നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ അങ്കളയിൽ നിന്ന് നേരിട്ട് ഗോപാലസ്വാമി ഹിൽസിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണ്. ഈ റോഡ് മാത്രമേ അങ്ങോട്ട് ആക്സസ് ഉള്ളൂ. അപ്പൊ ഇവിടെ ബസ് സർവീസ് ഉണ്ടോ? ആ ബസ് സർവീസ് ഉണ്ട്. ഗുണ്ടൽപേട്ടയിൽ നിന്നുണ്ട്. പിന്നെ അങ്ങോട്ട് തിരിയുന്ന അങ്കള എന്ന് പറഞ്ഞ ലാസ്റ്റ് അവിടുന്ന് ഇങ്ങോട്ട് ഉണ്ട് ബസ് ഉണ്ട്. പക്ഷെ അവിടുന്ന് പിന്നെ നമുക്ക് മല കയറണം എന്നുണ്ടെങ്കിൽ അവരെ ബസ് മാത്രമേ പോകുള്ളൂ. ഇവിടെ ഇപ്പൊ നമ്മൾ നിന്നതിന്റെ കാര്യം ഈ കാണുന്നൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് ഗോപാലസ്വാമിക്കുള്ള റോഡാണ്. ഇവിടെ നിന്നാണ് ഒരുപാട് ആൾക്കാർ റീൽസ് ഒക്കെ എടുത്തിരുന്നത്. ആ റോഡിൽ തൊട്ടടുത്ത് ഫോറസ്റ്റ് ആണ്. ഇവിടെ നാട് ഫോറസ്റ്റ്, അത് നമ്മളെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ആണ്. ആ കാണുന്ന മല നമ്മളെ ഗോപാലസ്വാമി ഹിൽസിന്റെ ഒരു ഭാഗമാണ്. ഇത് ഇവിടുന്ന് ഈ ഫെൻസിങ് ഇവിടെ നല്ലോണം മൃഗങ്ങളുടെ സ്ഥലം. ഈ ഒരു ഫെൻസിങ് ഉണ്ടായതുകൊണ്ടും ഇവിടെ ഉണ്ടല്ലോ വലിയ ട്രെഞ്ച്, ഒരു 10-15 അടി താഴ്ചയുള്ള ട്രെഞ്ചാ. ഓ നല്ല ഇതുണ്ടല്ലോ അല്ലേ. ആ ട്രെഞ്ച് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങോട്ട് ആനകൾ കിടക്കുക. അപ്പൊ തന്നെ നമ്മള് ഗോപാലസ്വാമി വരുമ്പോ ആനകളെ കണ്ടു. മലന്റെ മുകളിൽ ആനനെ കണ്ടു. 3 ആനയുണ്ട്. ഈ ഒരു ട്രെഞ്ചും ഈ ഫെൻസിങ്, ഈ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടായിരുന്നു മാത്രമാണ് ഇങ്ങോട്ട് ആനകൾ കിടക്കുക, അതിലെ മൃഗങ്ങൾ കിടക്കാത്തത്. എന്നിട്ടും ചില സമയത്ത് മാനും പുലിയും ഇടക്ക് വല്ലപ്പോഴും ആന വെല്ലുണ്ടെന്ന് പറയാം. അതെങ്ങനെ കിടക്കുന്ന അറിയില്ല. തൊട്ടുപുറത്താണെങ്കിൽ ഫുൾ കൃഷി ചെയ്യുന്ന, അത് ഫുള്ള് കൃഷി. ഇപ്പൊ നമ്മള് കണ്ട ഉരുളക്കിഴങ്ങിട്ടാണെങ്കിലും മഞ്ഞളാന്നുണ്ടെങ്കിൽ ഒരുപാട് സംഭവം ഉണ്ടല്ലോ. പക്ഷെ ഇവിടുത്തെ സർക്കാർ ഇങ്ങനെ ഒരു ചെയ്ത് കൊടുത്തോണ്ട്, സംവിധാനം ചെയ്തുകൊണ്ട് സേഫ് ആണ്. അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാ രാത്രിയാകുമ്പോ ചിലപ്പോൾ മൃഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ റോട്ടിൽ ഇറങ്ങണ്ടാവില്ല. ഈ പരിസരത്ത് റോഡിൽ ഇവിടെ ഇറങ്ങലുണ്ട് അറിയും. മാനൊക്കെ അല്ല ചിലപ്പോ എടുത്ത് ചാടുന്നുണ്ടാവും. മാനൊക്കെ ഇപ്പൊ എടുത്ത് ചാടാവുന്ന ഇതുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഹോളിഡേ ഒന്നല്ലോ, എന്നിട്ട് പോലും നല്ലോണം യാത്രക്കാർ ഇപ്പൊ രാവിലെ തന്നെ. എനിക്കൊണ്ട് റൈമേ, ഈ റോഡിന്റെ പരിസരത്തോടെങ്കിലേ നല്ലൊരു ചായക്കട തുടങ്ങുകയാണെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത വിജയിക്കാൻ സാധ്യത ഉണ്ട്. വലിയ ഇൻവെസ്റ്റ്മെന്റിലൊന്നും തുടങ്ങാതിരിക്കാൻ നല്ലത്. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വേറെ വിഷയതല്ല, സ്ഥലം കിട്ടാൻ സാധ്യത കുറവാണ്. ഒരു ഗ്യാപ്പ് വേണ്ട, ഒരു സ്പേസ് വേണ്ടേ തുടങ്ങാന്. ഒരു പീടിമുറിയെ എന്തെങ്കിലുമൊക്കെ വേണ്ട, അതിനുള്ളത് കിട്ടൂല. പിന്നെ നമ്മളെന്നെ വെച്ച് കെട്ടാനാണെങ്കിൽ പുറത്തുനിന്ന് വരെ നമ്മളിവിടുത്തെ മലയാളികളെ ഇവിടെ ഉള്ളവർ അനുവദിക്കണം എന്നില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും വീഡിയോകളിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബൈ.